Hi dears, welcome back to ISK English. Hello dear friends. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ എപ്പോഴാണ് ഇയർ എന്ന് പറയാം, അതുപോലെ തന്നെ ഇയേഴ്സ് പറയാം. ഏജ് പറയുമ്പോൾ അതുപോലെ തന്നെ പ്രായം അല്ലെങ്കിൽ പഴക്കം പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഇയർ എന്ന് പറയുക, അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ഇയേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒന്നാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ചില്ലേ? ഹി ഈസ് 10 year old. നേരെ താഴെയുള്ളത് ഹി ഈസ് 10 years old. സെയിം. പക്ഷെ ആദ്യത്തേതിൽ 10 year എന്നാണ് പറഞ്ഞത്, രണ്ടാമത്തേതിൽ 10 years എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഈ ഒരു ഡിഫറൻസ്, ഇത് രണ്ടും കറക്റ്റ് ആണോ? നമുക്ക് ഈ രണ്ട് രീതിയിലും പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് ഏതാണ് ശരി, എങ്ങനെയാണ് പറയേണ്ടത്? അപ്പൊ നമുക്ക് ഇതില് രണ്ട് രീതിയിൽ രണ്ടാമത് എഴുതി കഴിഞ്ഞത് ശരിയാണ്, ആദ്യം എഴുതിയത് തെറ്റാണ്. ഹി ഈസ് 10 year old എന്ന് പറയാൻ പറ്റില്ല. ഹി ഈസ് 10 years old എന്ന് പറയണം. അപ്പൊ ഇത് എപ്പോഴാണ്, ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ വസ്തുത, എങ്ങനെയാണ് ഇത് പറയേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഇയേഴ്സ് എപ്പോഴാണ് പറയാൻ നോക്കാം. 10 years ഇതാണല്ലോ കറക്റ്റ്. അപ്പൊ ഇത് എങ്ങനെയാ വരുന്നത്? അപ്പൊ ഇതെങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ആളുകളുടെ പ്രായം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വസ്തുക്കളുടെ പഴക്കം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ സെന്റൻസുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. I am 30 years old. അല്ലെ, 30 years. ഇവിടെ ഇയേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പ്രായമാണ് പറഞ്ഞത്. എനിക്ക് 30 വയസ്സ്. അല്ലെ, I am 30 years old. ഞാൻ 30 വയസ്സുള്ള ആളാണ്. അപ്പൊ ഇവിടെ am എന്ന് പറയുന്ന ഓക്സിലറി വെർബിന് ശേഷമാണ് ഇത് വരുന്നത്, വെർബിന് ശേഷം. അതുപോലെ തന്നെ he is 10 years old. അവന് 10 വയസ്സ് പ്രായമുണ്ട്. ഇവിടെ ഈസ് എന്നുള്ളതിന് ശേഷം. ഇനി അടുത്തതായിട്ട് വീടിന്റെ പഴക്കമാണ് പറയുന്നത്. ദ ഹൗസ് ഈസ് 15 years old. വീടിന് 15 വർഷം പഴക്കമുണ്ട്. ദ കാർ ഈസ് 10 years old. കാറിന് 10 വർഷത്തെ പഴക്കമുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം പഴക്കങ്ങളാണ് പറയുന്നത്, അതുപോലെ തന്നെ പ്രായമാണ് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബി ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ഈസ്, ആറ്, ആം, വാസ്, വേർ, ഇതിനാണ് നമ്മൾ ബി ഫോംസ് എന്ന് പറയാം. പക്ഷെ ഇവിടെ നമ്മൾ എക്സാമ്പിളിൽ വന്നിട്ടുള്ളത് ആം വന്നിട്ടുണ്ട്, ഈസ് വന്നിട്ടുണ്ട്, ബാക്കി ആറൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഉപയോഗിച്ചത് ഐ എന്നുള്ള സബ്ജക്റ്റും ഹി എന്നുള്ളതും അതുപോലെ തന്നെ സിംഗുലർ ആയിട്ടുള്ളത് ഹൗസും ദ കാറും ഇതാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈസ് എന്നുള്ളതും ആം എന്നുള്ളതും ഉപയോഗിച്ചത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയേഴ്സ് എന്ന് പറയേണ്ടത് നമ്മള് പ്രായം പറയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അതിന്റെ പ്രായം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബി ഫോംസിന് ശേഷം ആം, ഈസ്, അല്ലെ, ആറ്, വാസ്, ഇതുപോലുള്ള ബി ഫോംസ്. അപ്പൊ ബി ഫോംസിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഐ ആം 30 years old, he is 10 years old, the house is 15 years old, the car is 10 years old. അപ്പൊ ഇതൊന്നും നമ്മൾ ഇവിടെ ഒരിക്കലും ഇയർ പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴക്കം അല്ലെങ്കിൽ ഏജ് ആണ് പറയുന്നത്. അപ്പൊ ഏജ് പറയുമ്പോൾ ഈ രീതിയിൽ ഏജ് പറയുമ്പോൾ നമ്മൾ ഇയേഴ്സ് തന്നെ ഉപയോഗിക്കണം. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് എപ്പോഴാണ് ഇയേഴ്സ് അല്ല ഇയർ എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇയർ എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇയേഴ്സ് എന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇയർ എന്നുള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇയർ എന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഏജ് ഈസ് യൂസ്ഡ് ആസ് ആൻ അഡ്ജക്റ്റീവ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രായം പറയുമ്പോൾ പ്രായം അല്ലെങ്കിൽ പഴക്കം പറയുമ്പോൾ, അല്ലെ, ഇത്ര ഇപ്പൊ 10 വയസ്സ് പ്രായമുണ്ട് അല്ലെങ്കിൽ 15 വർഷത്തെ പഴക്കമുണ്ട്, ഈ രീതിയിൽ പ്രായം അല്ലെങ്കിൽ പഴക്കം നമ്മൾ പറയുമ്പോൾ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പ്രായത്തെ ഒരു വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണെന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയാണ് I have a 10 year old sister. എനിക്കൊരു 10 വയസ്സുള്ള സഹോദരി ഉണ്ട്. ഇവിടെ a 10 year old, ഇവിടെ a 10 year old എന്നേ പറഞ്ഞുള്ളൂ. 10 year, ഒരിക്കലും 10 years എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ സിസ്റ്റർ ഉണ്ടല്ലോ, സഹോദരി, ഈ സഹോദരിയുടെ വിശേഷണമാണ് ഏത്? 10 year. കാരണം എനിക്കൊരു സഹോദരി ഉണ്ട് എന്നാണ് പറഞ്ഞത്, എനിക്കൊരു 10 വയസ്സുള്ള സഹോദരി. I have a 10 year old sister. 10 വയസ്സുള്ള എനിക്കൊരു സഹോദരിയുണ്ട്, 10 വയസ്സുള്ള സഹോദരി. അപ്പൊ ഇത് പറയുമ്പോൾ ഐ ഹാവ് എ 10 years old എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഇത് പറയുകയാണെങ്കിൽ, കാരണം ഇവിടെ വിശേഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അലി എ 10 year old boy.
ഇവിടെ ബോയ് ഞാൻ എഴുതിയിട്ടില്ല. അലി എ 10-year-old വർക്ക്സ് ഇൻ എ ഹോട്ടൽ. അലിയുടെ വിശേഷണമാണ് എ 10-year-old. 10 വയസ്സുകാരനായിട്ടുള്ള അലി എ 10-year-old വർക്ക്സ് ഇൻ എ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ അലിയുടെ വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ അലി എ 10 years old എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ വിശേഷണമായിട്ട്. അപ്പൊ ഈ രീതിയിൽ വിശേഷണമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ വസ്തുവാണെങ്കിലും ശരി, വ്യക്തിയാണെങ്കിലും, ഇപ്പൊ പ്രായം അല്ലെങ്കിൽ പഴക്കം, ഈ രീതിയിൽ വിശേഷണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, 10 year ഉപയോഗിക്കണം. അവിടെ ഇയേഴ്സ് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇതൊരു ഐഡിയ ആയിട്ടുണ്ടായിരിക്കും. അതായത് എപ്പോഴാണ് നമ്മൾ 10 years പറയാം, എപ്പോഴാണ് നമ്മൾ 10 year പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇയേഴ്സ് പറയുന്നത്, ഷോർട്ടാക്കി പറയാം. ഇയേഴ്സ് പറയേണ്ടത് നമ്മൾ ഏജ് അല്ലെങ്കിൽ പ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ ബി ഫോംസിന് ശേഷമായിരിക്കും വരിക. ബി ഫോംസിന് ശേഷം കണ്ടോ, ഇവിടെ ഉള്ളത് ബി ഫോംസ് അല്ല, ഹാവ് ആണ്. ഹാവ് ഫോംസ് ആണ് ഇത്, അല്ലേ? ഇവിടെയും തന്നെ ബി ഫോംസിന് ശേഷമല്ല. ഇവിടെ വിശേഷണം എന്ന് പറയുമ്പോൾ നാമത്തിന് ശേഷം. കണ്ടില്ലേ, ഇവിടെ ഈ നാമം കഴിഞ്ഞിട്ടാണ്. ഈ നാമത്തെയാണ് എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഇവിടെ സിസ്റ്റർ എന്നുള്ളതിന്റെ, കാരണം അതിന് ചേർന്നാ വന്നത് 10-year-old സിസ്റ്റർ. ഇവിടെ വന്നത് അലി എന്നുള്ളതിന്റെ വിശേഷമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ബി ഫോംസിന് ശേഷമായിരിക്കും വരിക. എന്നാൽ 10 year എന്ന് പറയുമ്പോൾ അവിടെ വയസ്സിനെ, ഏജിനെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിലൊരു ഡിഫറൻസ്. ഇയർ എന്ന് ഉപയോഗിക്കുമ്പോൾ ഏജിനെ അഡ്ജക്റ്റീവ് ആയിട്ട്, വിശേഷമായിട്ട് ഉപയോഗിക്കുന്നു. ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രായം അല്ലെങ്കിൽ പഴക്കം നമ്മളവിടെ പറയാ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഉപയോഗത്തിലുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിലുള്ള സിമ്പിൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.